ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾ. ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാമെന്നാണ്. അപ്പോൾ ഒന്ന് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായിട്ടാണ്. ഐസൊലേഷനിലാണ് ഇവർ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ എന്തോ ഒരു മിറാക്കിൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇവരുടെ ഇപ്പോഴത്തെ സാഹചര്യം നേരെയാകണമെന്ന്, അതായത് പെട്ടെന്നൊരു മിറാക്കിൾ സംഭവിച്ച് എല്ലാം നേരെയായെങ്കിലെന്ന് ചില സമയം നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കത്തില്ലേ, അതേപോലെ നിങ്ങളുടെ പേഴ്സൺ ഒരു മിറാക്കിൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. ഇവിടെ ഇവർക്ക് ഇവരുടെ സെൽഫ് പോലും ഒരു ഡൗട്ട് വരുന്നു. അതായത് എനിക്ക് എന്തോ ഒരു കുറവുണ്ട്, അതുകൊണ്ടാണ് എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്തത്. എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഒന്നും ചെയ്യാൻ പറ്റാത്തത്? സ്വന്തമായിട്ട് തന്നെ ഇവർക്ക് സ്വന്തം വ്യക്തിത്വത്തിൽ ഡൗട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ടൈം ഇവർ ഭയങ്കര ഈഗോയിലായിരുന്നു. കാരണം എൻ്റെ പേഴ്സൺ ഒരിക്കലും എന്നെ വിട്ട് പോകില്ല എന്നുള്ള ഒരു ഈഗോ ഇവർക്കുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് നിങ്ങൾ ഇവരെ വിട്ട് പോയത്. അപ്പോൾ ഇവരുടെ ആ ഒരു അഹങ്കാരം ഇല്ലാതായി. ഇപ്പോൾ ഇവർക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടായിരിക്കുകയാണ്. ഒരു കാര്യവും അങ്ങനെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. എപ്പോഴാണെങ്കിലും എന്ത് കാര്യമായാലും അത് നമ്മളെ വിട്ട് പോകും എന്നുള്ള ആ ഒരു കാര്യം ഇവർക്ക് മനസ്സിലായി. ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഇവർ ചെയ്ത തെറ്റിൻ്റെ ആ ഒരു പാപഫലമായിരിക്കാം ഇപ്പോൾ ഇവർ അനുഭവിക്കുന്നത് എന്നാണ് ഇവർക്ക് ചിലപ്പോൾ തോന്നുന്നത്. അത് നിങ്ങളോട് ഇവർ ചെയ്ത തെറ്റ് ഇവർ മനസ്സിലാക്കി അതിൻ്റെ ആ ഒരു ഫലമാണ് ഇപ്പോൾ ഇവർ അനുഭവിക്കുന്നത് എന്നാണ് അവർക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഇവർക്ക് തോന്നുന്നത് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൽ ഒരു ഈഗോ വന്നെന്നാണ്. അതായത് എല്ലാ പ്രാവശ്യവും ഞാൻ മാത്രം എന്തിനാ മെസ്സേജ് അങ്ങോട്ട് ചെയ്യുന്നത്, അവർക്കും ഇങ്ങോട്ട് ചെയ്യാമല്ലോ എന്നുള്ള ഈഗോ നിങ്ങളിൽ വന്നിട്ടുണ്ട് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. നിങ്ങൾ മുന്നേ ഇങ്ങനെ അല്ലായിരുന്നു, പക്ഷെ നിങ്ങൾ ഇങ്ങനെ ആയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കാര്യം ഇവർ തന്നെയാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവരുടെ ആ ഒരു തെറ്റിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ ഇങ്ങനെയായി മാറിയത്. ഇവർ നിങ്ങളോട് ചെയ്ത ആ ഒരു തെറ്റിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളിപ്പോൾ ഇവരോട് ഇങ്ങനെ കാണിക്കുന്നത്. ചില സമയം ഇവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. ആ ദേഷ്യപ്പെടുന്ന സമയത്ത് നിങ്ങളോട് പറയുന്ന വാക്കുകൾ വളരെ അബ്യൂസായിട്ടുള്ള രീതിയിൽ ഇവർ നിങ്ങളോട് സംസാരിക്കും. പിന്നെയാണ് ഇവർക്ക് മനസ്സിലാകുന്നത്, അയ്യോ ഞാൻ ആ പറഞ്ഞ തെറ്റായിപ്പോയല്ലോ, അവരോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇവർക്ക് ഓർമ്മ വരുന്നുണ്ട്. നിങ്ങളോട് കാണിച്ചത് പെരുമാറ്റം, നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ, അതെല്ലാം ഇപ്പോൾ റിയലൈസേഷൻ വരുന്നുണ്ട് ഇവർക്ക്. മുന്നേ നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഒന്നും പറ്റാത്ത പോലെ പഴയതുപോലെ ഇവരെങ്ങനെ സ്നേഹിക്കുമോ അതേപോലെ നിങ്ങൾ സ്നേഹിക്കും. പിന്നെ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇവർ എന്താ ഇങ്ങനെ പെരുമാറുന്നത്, ഇനി എനിക്കിങ്ങനെ പെരുമാറുമ്പോൾ തിരിച്ച് പഴയതുപോലെ ഇവരെ സ്നേഹിക്കാൻ സാധിക്കത്തില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടു ഇവരോട്. ഇവർ അപ്പോൾ വിചാരിച്ച എന്തെന്ന് വെച്ചാൽ നിങ്ങളെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ ഇവരെ പഴയതുപോലെ എപ്പോഴും സ്നേഹിക്കുക, അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണോ പറയുക ഇവർക്ക് എന്നാണ് വിചാരിച്ചത്. പക്ഷെ നിങ്ങൾ ഗ്യാപ്പ് ഇട്ടപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾക്ക് അത്രമാത്രം ഫീലായിട്ടുണ്ട് എന്നിവർക്ക് മനസ്സിലായത്. ഇവിടെ ഇവർ വിചാരിച്ച എന്തെന്ന് വെച്ചാൽ നിങ്ങൾ മന്ദബുദ്ധിയാണ്, നിങ്ങളെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എന്ത് പറഞ്ഞാലും നിങ്ങൾ തിരിച്ച് ഇവരെ ഒരു എന്താ പറയുക, ഭ്രാന്തമായിട്ട് ഇവരെ സ്നേഹിക്കും എന്ന് ഇവർ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്റ്റും ഇല്ല. ഒരു ഇത്തിരിയെങ്കിലും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിലല്ലേ ഇവർ ഇങ്ങനെ പറഞ്ഞാലും തിരിച്ച് റിയാക്റ്റ് ചെയ്യുകയെങ്കിലും ചെയ്യുള്ളൂ. പക്ഷെ നിങ്ങൾക്കതുമില്ല. അങ്ങനെ രണ്ട് രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിചാരിച്ചത്. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് മനസ്സിലായി നിങ്ങൾക്കും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, ഞാനൊരു മന്ദബുദ്ധിയല്ല, ഞാനിനി നിങ്ങളുടെ പിറകെ കരഞ്ഞ് വരത്തില്ല എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. കാരണം നിങ്ങൾ കുറച്ച് ഗ്യാപ്പ് വെച്ചു, ഡിസ്റ്റൻസ് വെച്ചു ഇവരിൽ നിന്ന്. അപ്പോഴാണ് ഇവർക്കിതെല്ലാം മനസ്സിലായത്. ഇപ്പോൾ ഇവർക്ക് മനസ്സിലായി എൻ്റെ ലവ് ലൈഫിൽ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരണമെങ്കിൽ എനിക്ക് ഒരു ചേഞ്ച് ആവശ്യമാണ്. അത് എൻ്റെ പെരുമാറ്റത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലായി. ഇവർ എഫേർട്ട് എടുത്താൽ മാത്രമേ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുവാൻ സാധിക്കുള്ളൂ. ഇല്ല എങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോകുമെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. ഇവരും ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ് നിങ്ങളില്ലാതെ. അതുകൊണ്ടാണ് ഇവർ ഈ ഒരു അവസ്ഥയിൽ വന്നത്. ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി എന്തെങ്കിലും ഗിഫ്റ്റ് നിങ്ങൾക്ക് തരുവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളെ എങ്ങനെയെങ്കിലും ഇവരുടെ പരിധിയിൽ കൊണ്ടുവരണം. ഇപ്പോൾ നിങ്ങൾ പിണങ്ങിയിരിക്കുകയല്ലേ, എങ്ങനെയെങ്കിലും നിങ്ങളെ സമാധാനപ്പെടുത്തണം. അതിനുവേണ്ടി ഇവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവർ ചെയ്യും. മാപ്പ് പറയണമെങ്കിൽ പോലും ഇവർ അതുവരെ ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ചില ആൾക്കാരാണെങ്കിൽ സ്നേഹത്തോടെ അവരുടെ പേഴ്സൺ സംസാരിക്കുമ്പോൾ തന്നെ എല്ലാം പിണക്കവും മാറും. അതായത് നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരോട് സ്നേഹം തോന്നും, അവരോടുള്ള പിണക്കം എല്ലാം മാറും. ചില ആൾക്കാർ ചിലപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴായിരിക്കും സമാധാനപ്പെടുന്നത്, ഇല്ലെങ്കിൽ ഇവർ മാപ്പ് പറയുമ്പോഴായിരിക്കും സമാധാനപ്പെടുന്നത്. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ. ഇനി മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇവരുടെ മുന്നേക്ക് ഇവർ നിങ്ങളോട് പിണങ്ങിയാൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ മെസ്സേജ് അയക്കും. ഒന്നുകിൽ ഫ്രണ്ട്സ് ത്രൂ ഇവരുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഇവരുടെ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല, ഇവരുടെ ഒരു ഡീറ്റെയിൽസും അറിയാൻ ശ്രമിക്കുന്നില്ല. ചിലപ്പോൾ ഇവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളെപ്പോലെ വേറെ പല ആൾക്കാരും എനിക്ക് കിട്ടുമെന്ന്. ആ ഒരു വാക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഇവരുടെ കാര്യങ്ങളൊന്നും നോക്കാതെ ഇവർക്ക് മെസ്സേജോ കോളോ ചെയ്യാതിരിക്കുന്നത്. മുന്നേ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇവരെ സ്നേഹിച്ച് കൊല്ലുമായിരുന്നു. അതായത് ഇവർ തന്നെ പറയും, ഇങ്ങനെ എന്നെ ഇങ്ങനെ സ്നേഹിക്കാതെ എന്ന്. ചിലപ്പോൾ ഞാൻ ഓടിപ്പോകുമെന്ന്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന് വേണ്ടി ഇവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങളിപ്പോൾ ഡിസ്റ്റൻസ് വച്ചൊക്കെയല്ല. അപ്പോൾ മുന്നേ ഇവർ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഇവരുമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ റീകോൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഇവർ പറഞ്ഞത് എല്ലാം ഇപ്പോൾ റീകോൾ ചെയ്ത് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു സ്നേഹത്തിന് വേണ്ടി ഇവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ. അതായത് നിങ്ങൾ ഭയങ്കര കെയറിങ് ആയിരുന്നു. ആഹാരം കഴിച്ചോ, ആരോഗ്യം എങ്ങനെയുണ്ട്, സമയമായില്ലേ, ഓഫീസിൽ നിന്ന് ഇറങ്ങിയില്ലേ, ഡിന്നർ കഴിച്ചോ, ഭയങ്കര കെയറിങ് ആയിരുന്നു. എല്ലാ കാര്യത്തിലും നിങ്ങൾ കെയറിങ് ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു കെയറിങ് കിട്ടാതായപ്പോഴാണ് നിങ്ങളുടെ ആ വില മനസ്സിലായത് ഇവർക്ക്. അപ്പോൾ ഇവർക്ക് തോന്നുന്നത്, ഞാൻ തന്നെയാണ് എൻ്റെ ആ ഒരു സ്നേഹത്തിനെ നഷ്ടപ്പെടുത്തിയത്. ഇനി ഞാൻ എൻ്റെ സ്നേഹത്തിനെ നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ സ്നേഹത്തിനെ സ്വന്തമാക്കണമെന്നാണ് ഇവർക്കിപ്പോൾ തോന്നുന്നത്. നിങ്ങളുടെ പല മോശ സമയത്തും അവർ നിങ്ങളുടെ അടുത്ത് വന്നില്ല. പല കാര്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ ഇപ്പോഴൊക്കെ ഇവർക്ക് അത് തോന്നുകയാണ്, ഞാൻ ചെയ്തത് വളരെ തെറ്റായി പോയി എന്ന്. അപ്പോൾ ഇവർ ഭയങ്കര വിഷമത്തിലാണ്, ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ആ ഒരു മെസ്സേജിലും നിങ്ങൾക്ക് ഈ രീതിയിലുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ ആ വിഷമത്തിലാണ് അവർ എന്ന്. വരാൻ പോകുന്ന സമയം വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ ഭാഗത്തുനിന്നൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ലോങ് ഡിസ്റ്റൻസിലാണ് എങ്കിൽ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവർ സഡനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ നിങ്ങളെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി നല്ല രീതിയിൽ കോംപ്ലിമെൻറ്റ് ഇവർ തരുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഡ്രസ്സ് കൊള്ളാം, ഡീപ്പി നല്ല ഭംഗിയുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് സിമ്പതി കിട്ടാൻ വേണ്ടി വിഷമ രീതിയിൽ സംസാരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.